JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 തസ്തികയിലേക്കുള്ള ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട പ്രീവിയസ് ചോദ്യങ്ങളാണ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. അതോടൊപ്പം തന്നെ റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥി ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് എടുക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയില് പാലിന്റെ ഭക്ഷ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നത് ഏത് സ്ഥാപനമാണ്? ഇന്ത്യയില് പാലിന്റെ ഭക്ഷ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നത് ഏത് സ്ഥാപനമാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? FSSAI ആണ് അല്ലേ? ഏതാണ്? ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ചുരുക്കപ്പേരിൽ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? FSSAI. അത് ഈ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ നിശ്ചയിക്കുന്നത്. എവിടത്തെയാണ്? ഇന്ത്യയിലെ അല്ലേ? അപ്പോൾ ഇന്ത്യയിലെ പാലിന്റെ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നത് FSSAI. അടുത്ത ക്വസ്റ്റ്യൻ. FSSAI പ്രകാരം പാൽ എന്ന് അർത്ഥമാക്കുന്നത് എന്താണ്? FSSAI പ്രകാരം പാൽ എന്ന് അർത്ഥമാക്കുന്നത് എന്താണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. മൃഗങ്ങളിൽ നിന്നുള്ള സ്വാഭാവിക സ്രവം, അതാണല്ലേ പാൽ എന്നത് അർത്ഥമാക്കുന്നത്. ആരോഗ്യമുള്ള പശു, എരുമ മുതലായവയിൽ നിന്നുള്ള സ്വാഭാവിക സ്രവമാണ് പാല്. അടുത്ത ക്വസ്റ്റ്യൻ. പശു പാലിൽ കുറഞ്ഞത് എത്ര ശതമാനം കൊഴുപ്പ് ഉണ്ടായിരിക്കണം? പശുവിന്റെ പാലില് കുറഞ്ഞത് എത്ര ശതമാനം കൊഴുപ്പ് ഉണ്ടായിരിക്കണം? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. 3.5%. FSSAI മാനദണ്ഡ പ്രകാരം പശുവിന്റെ പാലില് കുറഞ്ഞത് 3.5% കൊഴുപ്പ് വേണം. അടുത്ത ക്വസ്റ്റ്യൻ. പശുവിന്റെ പാലില് കുറഞ്ഞ എത്ര ശതമാനം SNF അതായത് സോളിഡ്സ് നോട്ട് ഫാറ്റ് വേണം? പശുവിന്റെ പാലിൽ കുറഞ്ഞ എത്ര ശതമാനം SNF വേണം? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. 8.5%. അതായത് SNF എന്ന് പറഞ്ഞാൽ SNF = പ്രോട്ടീൻ, ലാക്ടോസ്, ധാതുക്കൾ എന്നിവ. SNF പ്രോട്ടീൻ, SNF = പ്രോട്ടീൻ, ലാക്ടോസ്, ധാതുക്കൾ എന്നിവ. അടുത്ത ക്വസ്റ്റ്യൻ. എരുമപ്പാലിലെ കുറഞ്ഞ കൊഴുപ്പ് ശതമാനം എത്രയാണ്? എരുമപ്പാലിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? എരുമപ്പാല് കുടിച്ചിട്ടുള്ളവരൊക്കെ കാണും അല്ലേ? അപ്പോൾ എരുമപ്പാലിലെ കുറഞ്ഞ കൊഴുപ്പ് ശതമാനം എത്രയാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. 6%. എരുമപ്പാലിൽ കൊഴുപ്പളവ് കൂടുതലായിരിക്കും. എരുമപ്പാലില് കൊഴുപ്പിന്റെ അളവ് കൂടുതലായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. പാലിൽ വെള്ളം ചേർക്കുന്നത് ഏത് കുറ്റമാണ്? പാലില് വെള്ളം ചേർക്കുന്നത് ഏത് കുറ്റമാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? അഴിമതി അല്ലെ? വെള്ളം ചേർക്കൽ ഭക്ഷ്യസുരക്ഷാ നിയമ ലംഘനമാണ്. അത് ഏത് കുറ്റമാണ്? അഴിമതി കുറ്റമാണ് അല്ലെ? പാലിൽ വെള്ളം ചേർക്കുന്ന അഴിമതി കുറ്റമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് പാലിലെ സാധാരണ അഴിമതി? താഴെ പറയുന്ന 4 ഓപ്ഷന്റെ അകത്ത് ഏതാണ് പാലിലെ സാധാരണ അഴിമതി? യൂറിയ ആണല്ലേ. യൂറിയ, ഡിറ്റർജന്റ്, സ്റ്റാർച്ച് എന്നിവ അപകടകരമായ അഴിമതികളാണ്. അപ്പോൾ പാലിലെ സാധാരണ അഴിമതിയാണ് യൂറിയ, അതുപോലെ തന്നെ ഡിറ്റർജന്റ്, സ്റ്റാർച്ച് എന്നിവയൊക്കെ അപകടകരമായ അഴിമതികളാണ്. അടുത്ത ക്വസ്റ്റ്യൻ. പാൽ പാസ്ചറൈസേഷൻ ചെയ്യുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്താണ്? എല്ലാവരും കേട്ടിട്ടുണ്ടാവും പാല് പാസ്ചറൈസേഷൻ ചെയ്ത പാലെന്നൊക്കെ പലരും കേട്ടിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് പലർക്കും വ്യക്തമായിട്ട് അറിയാത്ത ഒരു സാഹചര്യമാണുള്ളത് അല്ലെ? അപ്പോൾ അതിന്റെ പ്രധാന ഉദ്ദേശം എന്താണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. രോഗാണുക്കൾ നശിപ്പിക്കാൻ അല്ലെ? പാസ്ചറൈസേഷൻ പാൽ സുരക്ഷിതമാക്കുന്നു. അങ്ങനെ രോഗാണുക്കളെ നശിപ്പിക്കാനാണ് പാസ്ചറൈസേഷൻ ചെയ്യുന്നതിന്റെ പ്രധാന ഉദ്ദേശം. അടുത്ത ക്വസ്റ്റ്യൻ. പാസ്ചറൈസ്ഡ് പാൽ സൂക്ഷിക്കേണ്ട താപനില എത്ര?
ഈ പാസ്ചറൈസേഷൻ ചെയ്തതിന് ശേഷമുള്ള പാസ്ചറൈസ്ഡ് പാലൊക്കെ സൂക്ഷിക്കണം അല്ലെ, സൂക്ഷിക്കേണ്ട താപനിലയുണ്ട്, അത് എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? 2-4 ഡിഗ്രി സെൽഷ്യസ് ആണ്. 2 മുതൽ 4 ഡിഗ്രി വരെ സെൽഷ്യസിലാണ്. കുറഞ്ഞ താപനിലയിൽ ബാക്ടീരിയ വളർച്ചയൊക്കെ കുറയും. അടുത്ത ക്വസ്റ്റ്യൻ, പാലിൽ അനുവദനീയമല്ലാത്തത് ഏത്? പാലില് അനുവദനീയമല്ലാത്തത് ഏത്? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് അനുവദനീയമല്ലാത്തത്? ആന്റിബയോട്ടിക് അവശിഷ്ടമാണ് അല്ലേ. പാലിൽ അനുവദനീയമല്ലാത്ത ഏതാണ്? ആന്റിബയോട്ടിക് അവശിഷ്ടം. മരുന്നുകളുടെ അവശിഷ്ടം ആരോഗ്യത്തിന് ഹാനികരം. അടുത്ത ക്വസ്റ്റ്യൻ, പാൽ പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന ലളിത ഉപകരണം ഏത്? പാലിൻ്റെയൊക്കെ പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന ഏറ്റവും ലളിതമായ ഉപകരണം ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ലാക്ടോമീറ്റർ ആണല്ലേ. ലാക്ടോമീറ്റർ പാൽ സാന്ദ്രത പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. എന്താണ്? ലാക്ടോമീറ്റർ. അപ്പോൾ പാൽ പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ലളിതമായ ഉപകരണമാണ് ലാക്ടോമീറ്റർ. അത് പാലിന്റെ സാന്ദ്രത പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, FSSAI നിയമപ്രകാരം പാൽ പാക്കറ്റിൽ നിർബന്ധമായും കാണിക്കേണ്ടത് ഏത്? FSSAI നിയമപ്രകാരം പാൽ പാക്കറ്റിൽ നിർബന്ധമായും കാണിക്കേണ്ടത് എന്താണ്? പാൽ പാക്കറ്റൊക്കെ കാണുന്നവർക്ക് അറിയാം, അതിൻ്റെ അകത്ത് പല കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നിർബന്ധമായിട്ടും കാണിക്കേണ്ടത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കൊഴുപ്പ് ശതമാനം. അത് നിർബന്ധമായും പാൽ പാക്കറ്റിൽ കാണിക്കേണ്ടതാണ്. ഫാറ്റ്, SNF, ബെസ്റ്റ് ബിഫോർ ഡേറ്റ് തുടങ്ങിയവ നിർബന്ധമാണ്. ഏതൊക്കെയാണ് നിർബന്ധം എന്ന് പ്രത്യേകം ഓർത്തിരിക്കണം. ഫാറ്റ്, SNF, ബെസ്റ്റ് ബിഫോർ ഡേറ്റ് തുടങ്ങിയവ നിർബന്ധമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, റോ മിൽക്ക് അതായത് തിളപ്പിക്കാത്ത പാൽ നേരിട്ട് കുടിക്കുന്നത്. റോ മിൽക്ക് തിളപ്പിക്കാത്ത പാല് നേരിട്ട് കുടിക്കുന്നത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. ആരോഗ്യത്തിന് അത് അപകടകരമാണ് അല്ലെ. തിളപ്പിക്കാത്ത പാല് അത് നേരിട്ട് കുടിച്ചാൽ അത് ആരോഗ്യത്തിന് അപകടകരമാണ്. രോഗാണുക്കൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അത് ഓർത്തിരിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, പാലിന്റെ ഭക്ഷ്യസുരക്ഷാ പരിശോധന നടത്തുന്നത് സാധാരണയായി ആരാണ്? പാലിന്റെയൊക്കെ ഭക്ഷ്യസുരക്ഷാ പരിശോധനയൊക്കെ നടത്തുന്നതായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് നടത്തുന്നത് സാധാരണയായിട്ട് ആരാണ് എന്ന് വല്ലവർക്കും വ്യക്തമായിട്ട് അറിയത്തില്ല അല്ലേ. അപ്പോൾ ആരാണ് ഈ ഭക്ഷ്യസുരക്ഷാ പരിശോധന പാലിന്റെ നടത്തുന്നത്? ആരാണ് സാധാരണയായിട്ട് നടത്തുന്നത്? ഫുഡ് സേഫ്റ്റി ഓഫീസർ ആണ് അല്ലേ. ഫുഡ് സേഫ്റ്റി ഓഫീസർ ആണ് പാലിന്റെ ഭക്ഷ്യസുരക്ഷാ പരിശോധന നടത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പാലിലെ ഗുണനിലവാരം നിലനിർത്താൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത്? പാലിലെ ഗുണനിലവാരമൊക്കെ നിലനിർത്താൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ താരത്ത് തന്നിരിക്കുന്നതിൽ ഏതാണ്? ശുദ്ധതയാണല്ലേ. ശുദ്ധത. പാലിലെ ഗുണനിലവാരം നിലനിർത്താൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? ശുദ്ധതയാണ്. ശുദ്ധത. അടുത്ത ക്വസ്റ്റ്യൻ, FSSAI പ്രകാരം പാൽ മനുഷ്യ ഉപഭോഗത്തിന് അനുയോജ്യമാകാൻ എന്ത് ആയിരിക്കണം? FSSAI പ്രകാരം പാൽ മനുഷ്യ ഉപയോഗത്തിന്, അതായത് FSSAI പ്രകാരം പാൽ മനുഷ്യ ഉപഭോഗത്തിന് അനുയോജ്യമാകാൻ എന്ത് ആയിരിക്കണം? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? രോഗാണുക്കൾ ഇല്ലാത്തതായിരിക്കണം അല്ലെ. മനുഷ്യ ഉപഭോഗത്തിന് അനുയോജ്യമാകാൻ എന്തായിരിക്കണം? അത് രോഗാണുക്കൾ ഇല്ലാത്തതായിരിക്കണം അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ, പാലിലെ ഡിറ്റർജന്റ് കണ്ടെത്തുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? പാലിൽ ഡിറ്റർജന്റ് ഒക്കെ കണ്ടെത്തിയാൽ അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? അത് അഴിമതി നടന്നു എന്ന് സൂചിപ്പിക്കുന്നു. പാലിലൊക്കെ ഡിറ്റർജന്റ് കണ്ടെത്തിയാൽ അത് അഴിമതി നടന്നെന്ന് അത് സൂചിപ്പിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, പാലിലെ അസിഡിറ്റി വർദ്ധിക്കുന്നത് സൂചിപ്പിക്കുന്നത് എന്താണ്? പാലിലെ അസിഡിറ്റി വർദ്ധിക്കുന്നത് സൂചിപ്പിക്കുന്നത് എന്താണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ്? ബാക്ടീരിയ പ്രവർത്തനമാണ് അല്ലെ. പാലിലെ അസിഡിറ്റി വർദ്ധിക്കുന്നത് എന്താണ് സൂചിപ്പിക്കുന്നത്? ബാക്ടീരിയ പ്രവർത്തനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പാലിലെ അനധികൃതമായി ചേർക്കുന്ന സ്റ്റാർച്ചിന്റെ ഉദ്ദേശം എന്ത്? പാലിലൊക്കെ അനധികൃതമായിട്ട് ചേർക്കുന്ന സ്റ്റാർച്ചിന്റെ ഉദ്ദേശം എന്താണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. കട്ടിത്തനം കൂട്ടാൻ. പാലില് അനധികൃതമായി ചേർക്കുന്ന സ്റ്റാർച്ചിന്റെ ഉദ്ദേശം കട്ടിത്തനം കൂട്ടാനാണ്. കട്ടിത്തനം കൂട്ടാൻ. അടുത്ത ക്വസ്റ്റ്യൻ, പാലിൽ യൂറിയ ചേർക്കുന്നത് എന്തിനാണ്?
പാലില് യൂറിയ ചേർക്കുന്നത് എന്തിനാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? പാലിൽ യൂറിയ ചേർക്കുന്നത് എന്തിനാണ്? SNF ഉയർത്താനാണ് അല്ലേ? പാലില് യൂറിയ ചേർക്കുന്നത് എന്തിനാണ്? SNF ഉയർത്താൻ. പാൽ സംഭരണത്തിനായി ഉപയോഗിക്കുന്ന ഏറ്റവും സുരക്ഷിതമായ വസ്തു ഏത്? പാൽ സംഭരണത്തിനായി ഉപയോഗിക്കുന്ന ഏറ്റവും സുരക്ഷിതമായ വസ്തു ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? പാൽ സംഭരണത്തിനായി ഉപയോഗിക്കുന്ന ഏറ്റവും സുരക്ഷിതമായ വസ്തു പ്ലാസ്റ്റിക് ആണ് അല്ലേ? ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക്. പാൽ സംഭരണത്തിനായി ഉപയോഗിക്കുന്ന ഏറ്റവും സുരക്ഷിതമായ വസ്തു ഏതാണ്? പ്ലാസ്റ്റിക്, ഫുഡ് ഗ്രേഡ്. പാലിലെ ബാക്ടീരിയ വളർച്ച ഏറ്റവും വേഗത്തിൽ നടക്കുന്ന താപനില ഏത്? പാലിലെ ബാക്ടീരിയ വളർച്ച ഏറ്റവും വേഗത്തിൽ നടക്കുന്ന താപനില ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. 20 മുതൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെ ആണല്ലേ പാലിലെ ബാക്ടീരിയ വളർച്ച ഏറ്റവും വേഗത്തിൽ നടക്കുന്ന താപനില. UHT പാൽ എന്നത് പലപ്പോഴും പലരും കേട്ടിട്ടുണ്ടാവും. പക്ഷെ അത് എന്താണ് എന്ന് പലർക്കും അറിയത്തില്ല അല്ലേ? എന്താണത്? അത്യുচ্ച താപനിലയിൽ പ്രോസസ് ചെയ്ത പാലാണ് UHT പാൽ എന്ന് പറയുന്നത് അല്ലേ? അത്യുച്ച താപനിലയിൽ പ്രോസസ് ചെയ്ത പാലാണ് UHT പാല്. UHT പാൽ തുറക്കുന്നതിന് മുൻപ് സൂക്ഷിക്കാവുന്ന കാലാവധി സാധാരണയായി എത്ര ദിവസമാണ്? UHT പാൽ തുറക്കുന്നതിന് മുമ്പ് സൂക്ഷിക്കാവുന്ന കാലാവധി സാധാരണയായി എത്രയാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ. 3 മുതൽ 6 മാസം വരെയാണ് UHT പാൽ തുറക്കുന്നതിന് മുമ്പ് സൂക്ഷിക്കാവുന്ന കാലാവധി. അടുത്ത ക്വസ്റ്റ്യൻ. പാലിലെ ആന്റിബയോട്ടിക് അവശിഷ്ടങ്ങൾ ഉണ്ടാകാൻ കാരണം എന്ത്? പാലിലെ ആന്റിബയോട്ടിക് അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കാരണം എന്ത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. രോഗബാധിത പശുവിന് നൽകിയ മരുന്നാണ് ഈ പാലില് ആന്റിബയോട്ടിക് അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണം. ഈ പശുവിനൊക്കെ രോഗം ബാധിക്കുന്ന സമയത്ത് രോഗബാധിതമായ പശുവിന് നൽകിയ മരുന്നാണ് ഈ പാലിലെ ആന്റിബയോട്ടിക് അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കാരണം. പാലിൽ കീടനാശിനി അവശിഷ്ടങ്ങൾ വരാനുള്ള കാരണം. പാലില് കീടനാശിനി അവശിഷ്ടങ്ങൾ വരാനുള്ള കാരണം ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ഇതിനകത്ത് ശരി? ഫീഡ് മലിനീകരണമാണ് അല്ലേ? പാലിൽ കീടനാശിനി അവശിഷ്ടങ്ങൾ വരാനുള്ള കാരണം ഫീഡ് മലിനീകരണം. FSSAI മാനദണ്ഡ പ്രകാരം പാലിൽ അനുവദനീയമല്ലാത്തത് ഏത്? FSSAI മാനദണ്ഡ പ്രകാരം പാലിൽ അനുവദനീയമല്ലാത്തത് ഏതാണ്? ഫോർമാലിൻ ആണ് അല്ലേ? FSSAI മാനദണ്ഡ പ്രകാരം പാലിൽ അനുവദനീയമല്ലാത്തത് ഫോർമാലിൻ. പാലിന്റെ ഗുണനിലവാരം പരിശോധിക്കുന്ന MBRT ടെസ്റ്റ് ഉപയോഗിക്കുന്നത് എന്തിന്? MBRT ടെസ്റ്റിനെ കുറിച്ച് പലരും കേട്ടിട്ടുണ്ടാവും. അത് പാലിന്റെ ഗുണനിലവാരം പരിശോധിക്കാൻ ഉപയോഗിക്കുന്നതാണെന്നും പലർക്കും അറിയാൻ സാധിക്കും. അത് എന്തിനാണ് എന്ന് പലർക്കും അറിയത്തില്ല അല്ലേ? പാലിന്റെ ഗുണനിലവാരം പരിശോധിക്കുന്ന MBRT ടെസ്റ്റ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ബാക്ടീരിയ ഗുണനിലവാരം അറിയുന്നതിന് അല്ലേ? ബാക്ടീരിയ ഗുണനിലവാരം പരിശോധിക്കുന്ന MBRT ടെസ്റ്റ് ഉപയോഗിക്കുന്നത് ബാക്ടീരിയയുടെ ഗുണനിലവാരത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ? ഗുണനിലവാരം അറിയുന്നതിനാണല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. പാലിലെ നിറമാറ്റം അത് മഞ്ഞയോ നീലയോ സൂചിപ്പിക്കുന്നത്. പാലിലെ നിറമാറ്റം മഞ്ഞയോ നീലയോ ഒക്കെ സൂചിപ്പിക്കുന്നത് എന്താണ്? ബാക്ടീരിയ അല്ലെങ്കിൽ രാസ അഴിമതിയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ? പാലിലെ നിറമാറ്റം മഞ്ഞയോ നീലയോ ഒക്കെ സൂചിപ്പിക്കുന്നത് എന്താണ്? ബാക്ടീരിയ രാസ അഴിമതി. അടുത്ത ക്വസ്റ്റ്യൻ. ഭക്ഷ്യസുരക്ഷാ നിയമലംഘനത്തിന് ഉത്തരവാദി ആരാണ്? ഭക്ഷ്യസുരക്ഷാ നിയമലംഘനത്തിന് ഉത്തരവാദി ആരാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ആണ് അല്ലേ? ഭക്ഷ്യസുരക്ഷാ നിയമലംഘനത്തിന് ഉത്തരവാദി ആരാണ്? ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ. പാൽ ശേഖരണ സമയത്ത് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ശുചിത്വമാണല്ലേ? പാൽ ശേഖരണ സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ശുചിത്വം. പാലിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ഏറ്റവും ഫലപ്രദമായ നടപടിക്രമം ഏത്? പാലിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ഏറ്റവും ഫലപ്രദമായ നടപടിക്രമം ഏതാണ്? പാസ്ചറൈസേഷൻ പ്ലസ് ശീതീകരണമാണ് അല്ലേ? പാലിന്റെ ഒക്കെ സുരക്ഷ ഉറപ്പാക്കാൻ ഏറ്റവും ഫലപ്രദമായ നടപടിക്രമമാണ് പാസ്ചറൈസേഷൻ പ്ലസ് ശീതീകരണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.